പാവം സായി, പുള്ളി കാറിനകത്തായിരുന്നുവെങ്കിൽ ജിത്തുബായ് പോലും ഇങ്ങനെ പുള്ളിയുടെ സ്പേസ് എടുത്ത് സംസാരിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇപ്പൊ നോറ സംസാരിക്കുന്നത് നോക്കി നോക്കുകുത്തിയെ പോലെ നിൽക്കുന്നത്. നോറ സ്പേസ് തരുന്നത് നോക്കി കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ ഡെൻ ടീമിൽ ഉള്ളവരാണ് ആദ്യം ക്യാമ്പയിനിങ് ചെയ്യേണ്ടത്. അവരാണ് ആദ്യം ബസർ അടിച്ചപ്പോൾ അവിടെ പോയി നിന്നത്. മൊത്തം ടീമിനും സംസാരിക്കാൻ ഒരു ബസർ ടു ബസർ ടൈമേ ഉള്ളൂ. നന്ദനയും അതേപോലെ തന്നെ അഭിഷേക് കെയും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ക്യാമ്പയിൻ തുടങ്ങി തീർത്തു. നോറയാണ് അടുത്തായിട്ട് സംസാരിച്ചത്. കവലപ്രസംഗം തോറ്റു പോകുന്ന തരത്തിലുള്ള വെറുപ്പിക്കൽ പ്രസംഗമാണ് നോറ പറഞ്ഞത്. പക്ഷെ സ്വന്തം സ്ട്രെങ്ത് തുറന്നു കാണിക്കുക എന്നൊരു കാര്യം പുള്ളിക്കാരി അവിടെ ചെയ്തു, കിട്ടിയ സ്പേസില്. പവർ ടീം തെരഞ്ഞെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാതെ തുറന്നടിച്ച് സംസാരിച്ചു. പവർ ടീമിന്റെ മുഖത്തടിച്ച് സംസാരിച്ചു എന്നും പറയാം. ഓരോരുത്തരെയും എടുത്ത് അവരുടെ മുഖത്ത് ചെളിവാരി പൊത്തിയാണ് സംസാരിച്ചത്, പ്രത്യേകിച്ചും ജാൻമണിയുടെ ഒക്കെ. നോറ അത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സായിക്ക് ഒന്നും പറയാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. എനിക്ക് തിന്നും കുടിച്ചും ഒക്കെ ഒരു പണിയും എടുക്കാതെ പവർ ടീമിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്. മുഴു പട്ടിണിയായിരുന്നു വന്നപ്പോൾ മുതൽ. എന്നെ എടുക്കണം പ്ലീസ് എന്ന് സായി പറയുന്നുണ്ട്. ഏറ്റവും ഷോർട്ടസ്റ്റ് പ്രസംഗം. ശരിക്കും നോറ ഒരുമാതിരി ട്രോളി വിടുന്നത് പോലെ ഒരു പരിപാടിയാണ് സായി അവിടെ ചെയ്തത്. ഇതൊരു വൻ കോമഡി ആയിരുന്നു. എന്റെ സ്പേസും കൂടി നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും നോറയുടെ അധിക പ്രസംഗവും സായിയുടെ ട്രോളും പിന്നെ മുടിയന്റെ ഒക്കെ കയ്യടിയും ഒക്കെ ആയിട്ട് നല്ലതായിരുന്നു. ഇത് എന്റർടൈനിങ് ആയിരുന്നു. അടുത്ത ടീമിന്റെ ക്യാമ്പയിനിങ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.